2018 റിലീസ് ചെയ്ത ഒരു പെർഫ്യൂമാണ് JPG ലെമേൽ ഇൻ ദി നേവി. JPGയുടെ അത്യാവശ്യം കുറച്ച് പെർഫ്യൂംസ് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അൾട്രാമേൽ ചെയ്തിട്ടുണ്ട്, ലെമേൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഒന്ന് ലെമേലെ പെർഫ്യൂം റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് എലിക്സിറാണ്. പിന്നെ ലെമേലിൻ്റെ തന്നെ ഒരുപാട് ഫ്ലാങ്കേഴ്സ് അവർ ഇറക്കിയിട്ടുണ്ട്, കൈയും കണക്കുമില്ല. ഏറ്റവും കൂടുതൽ ഫ്ലാങ്കർ പെർഫ്യൂംസ് എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്തിട്ടുള്ള ലെമേലാണെന്ന് തോന്നുന്നു. പല തരത്തിലുള്ള വ്യത്യസ്ത ടൈപ്പായിട്ടുള്ള ബോട്ടിലുകൾ. ശരിക്കും പലതിനും ഏകദേശം സെയിം സ്മെല്ല് തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ട് ഇറക്കുന്നു, അത്ര തന്നെ. അപ്പോൾ ഇതിലൊക്കെ പറയത്തക്ക വലിയ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്കതും സെയിം തന്നെയാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരെണ്ണം വാങ്ങരുത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അതിൽ മണങ്ങൾ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉള്ളത് മാത്രമാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊന്നാണ് ലെമേൽ ഇൻ ദി നേവി. അപ്പം ഇതാണ് പെർഫ്യൂം ബോട്ടിൽ. ലെമേലിൻ്റെയൊക്കെ പെർഫ്യൂം അതിൻ്റെ ബോക്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതുപോലൊരു പാട്ട, ഒരു തകരപ്പാട്ട ഡിസൈനിലാണ് ഇറക്കിയിരിക്കുന്നത്. പഴയ ഈ എന്താ പറയുക, ഈ നിഡോ ലാക്ടോജിൻ്റെ പേരെന്ന് ഒരു കുട്ടികൾക്കുള്ള സിർലാറ്റിൻ്റെയൊക്കെ ഒരു പഴയ കാലത്ത് ഒരു പാട്ട, അത്തരം പാൽപ്പൊടിയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു പാട്ട മെറ്റൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വിൻറ്റേജ് ലുക്ക് തോന്നിക്കുന്ന തരത്തിൽ. ലെമേൽ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു 90-കളിലാണെന്ന് തോന്നുന്നു. 90-92 ആ കാലഘട്ടത്താണെന്ന് തോന്നുന്നു ലെമേൽ ഇറങ്ങിയത്. 95-96. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, മുകളിലൊന്നുമില്ല. ഈ താഴെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ ഡിസൈൻ പ്രത്യേകിച്ച് വലിച്ചു നീട്ടി പറയുന്നില്ല. സാധാരണ ലെമേലിൻ്റെയൊക്കെ ഒരു ബോട്ടിൽ ഡിസൈൻ തന്നെയാണ്, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഓററ്റ് വോൾട്ടിയ കോൺസെൻട്രേഷൻ 125 ml മെയ്ഡ് ഇൻ ഫ്രാൻസ്. ഇത്രയാണ് ഇവിടെ വോൾട്ടിയെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമില്ല, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. പ്രത്യേകിച്ച് എടുത്ത് പറയാം. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് ഇതിൻ്റെ മെയിൻ അക്വാർഡ് എന്ന് പറയുന്നത് ആരോമാറ്റിക്, മറൈൻ, അക്വാട്ടിക്, ഗ്രീൻ, വാനില, ആംബർ, ഫ്രഷ്, സ്പൈസി, സോൾട്ടി, അനിമാലിക്, ബാൽസമിക്. ഇത്രയും നോട്ടുകളാണ് ഇവർ പറയുന്നത്. ട്രൈ ചെയ്യുമ്പോൾ ഏത് മണമാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് മിൻറ്റ്, വാട്ടറി നോട്ട്, വെള്ളത്തിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെ മണമോ അങ്ങനത്തെ നോട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീ നോട്ട്സ്, അക്വാട്ടിക് നോട്ട്സ് നമുക്ക് മനസ്സിലാവും, വെള്ളത്തിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. ബേസ് നോട്ട് വരുന്നത് വാനില, ആംബർ ഗ്രീസ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മണം ശരിക്കും വെർസാച്ചെ ഇറോസ് EDT, ആദ്യ കാലങ്ങളിൽ ഇറങ്ങിയ വെർസാച്ചെ ഇറോസ് EDTയുടെ മണമാണിത്. എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഗ്രീൻ ആപ്പിളിൻ്റെ മണത്തിന് പകരം കൂടുതലായി മിൻറ്റിൻ്റെ മണവും ഒപ്പം കടലിൻ്റെ ആ ഒരു സോൾട്ടി മറൈൻ ഒരു ഫ്രഷ്നെസ് തരുന്ന സോൾട്ടി മറൈൻ നോട്ടുകളൊക്കെ ചേർത്ത് ഒപ്പം മിൻറ്റിൻ്റെ നോട്ടും ചേർത്തിട്ട് ഉള്ള ഒരു ഓപ്പണിംഗ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പണിംഗ്. വെർസാച്ചെ ഇറോസ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ഈ ഒരു ഓപ്പണിംഗ് നല്ലൊരു ഫീൽ കിട്ടും. ഒരു എക്സലൻറ്റ് ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ ഓപ്പണിംഗ്. ഒരു എന്താ പറയുക, അക്വാട്ടിക് ഇറോസ്, അത് തന്നെ അക്വാട്ടിക് ഇറോസ്. ഒരു ഔട്ട് ഓഫ് ദ ഷവർ ഫീൽ തരുന്ന, കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു എനർജൈസിങ് ആയിട്ടുള്ള ഒരു എനർജി വൈബ് തരുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ ഉള്ളത്. അക്വാട്ടിക് ഇറോസ് ഓപ്പണിംഗ്. അതുപോലെ തന്നെ ആ മിൻറ്റിൻ്റെ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. ഒരു മിൻറ്റിൻ്റെ മണം, ഈ മിൻറ്റിൻ്റെ മണം എന്ന് പറയുമ്പോൾ ഒരു കൂളിംഗ് മെന്തോൾ എഫക്റ്റ് കിട്ടുന്നുണ്ട്. മെന്തോൾ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഗ്യാസ് മിഠായിയുടെ ഒരു എഫക്റ്റ് അല്ല. ഈ ഷവർ ജെൽ അല്ലെങ്കിൽ ചില ഫേസ് വാഷ്, പ്രത്യേകിച്ച് ഗാർണിയറിൻ്റെയൊക്കെ മെൻസ് ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ഓപ്പണിങ്ങിൽ ഒരു മെന്തോളിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഈ മെന്തോളിൻ്റെ എഫക്റ്റ് ഉള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോൾ തലയിൽ ഒരു തണുപ്പ് തോന്നും, അല്ലെങ്കിൽ മുഖത്തൊരു തണുപ്പ് തോന്നും. അതുപോലെ ഒരു തണുപ്പ് തോന്നുന്ന ഒരു മെന്തോളിക് എഫക്റ്റ് ഉണ്ട്. കൊള്ളാം, അടിപൊളി ഒരു ഓപ്പണിംഗ്, നല്ല മണമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബേസ് നോട്ടിൽ വരുമ്പോൾ ഈ വാനിലയും ആംബർഗ്രീസ്, ഈ ആംബർഗ്രീസിൻ്റെ ഒരു മണം കുറേ കഴിയുമ്പോൾ ഒരു മസ്കി സോൾട്ടി സ്മെല്ലായിട്ട് മാറും. വാനില, മസ്കി, സോൾട്ടി സ്മെൽ. നമുക്കൊരു മിനറൽ അക്വാട്ടിക് മണം പോലെ തന്നെ ഡ്രൈഡ് ഓൺലി കിട്ടും. അതുപോലെ തന്നെ ഒരു കടലിൻ്റെ ഒരു ഓഷ്യാനിക് വൈബ് തരുന്ന ഒരു തണുത്ത, പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ തണുത്ത ഒരു കടലിൻ്റെ, ഒരു ശാന്തമായ കടലിൻ്റെ ഒരു മെന്തോളിക് കൂളായിട്ടുള്ള ഒരു മണം നമുക്ക് ഇതിലൊരു സീ നോട്ട്സ് ചേർത്തിട്ടുള്ള ആ ഒരു മണം നമുക്ക് കിട്ടും. ബേസ് നോട്ടിൽ കിട്ടും, മിഡിൽ നോട്ടിൽ കിട്ടും. അതെ, ഒരു സോൾട്ടി നോട്ടുണ്ട്. അപ്പോൾ വളരെ റിഫ്രഷ്നെസ് തരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. അല്പം സ്വീറ്റ്നെസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ
കടലിൻ്റെ ആ ഒരു പശ്ചാത്തലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒപ്പം വാനിലയുടെ നോട്ടും. അപ്പോൾ ഈ പകൽ കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സ്വീറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓവർ സ്വീറ്റ് അല്ല, ഒരു മെന്തോളിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഒക്കെ തരുന്ന, വാനിലയുടെ ഒക്കെ ഒരു ചേരുവ ചേർത്തിട്ടുള്ള ഒരു അക്വാട്ടിക് പ്ലസ് മെന്തോളിൻ്റെ ഒക്കെ എഫക്റ്റ് ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു യുണീക്ക് സ്മെൽ. ഇപ്പോൾ വെർസാച്ചെ ഇറോസ് ട്രൈ ചെയ്തവർ ഇത് വാങ്ങരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം രണ്ടും ഏകദേശം സിമിലറാണ്. വെർസാച്ചെ ഇറോസ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇത് വാങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം ഇറോസ് എൻ്റെ അഭിപ്രായത്തിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നല്ലത്. ഇത് പകൽ സമയത്ത് ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് ഉപയോഗിക്കാം, വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കാം, ഏത് സാഹചര്യങ്ങളിലും ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ മണം. നല്ലൊരു മണമാണ്. വളരെ മികച്ച ഒരു ഓപ്പണിംഗ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു ഓപ്പണിംഗ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. വെർസാച്ചെ ഇറോസ് ഞാൻ ആദ്യ കാലങ്ങളിൽ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയ ഒരു വാവ് എഫക്റ്റ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ചിലർ പറയുന്നത് ലാസ്റ്റിംഗ് ഇല്ല എന്നാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലർക്കൊക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണലി ഞാൻ ഇറോസും ഇതും തമ്മിൽ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇത് കുറേ കൂടി നിന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഷർട്ടിലടിച്ചിട്ട് പിറ്റേ ദിവസം എൻ്റെ ഷർട്ടിൽ മണം ഉണ്ടായിരുന്നു. അപ്പോൾ ലോങ്ജിവിറ്റി എനിക്ക് വിഷയമല്ല, നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഒരു വൈകുന്നേരമാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ ഒരു 5-6 മണിക്കൂർ കിട്ടും. ഇനി പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ. ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 4 മണിക്കൂർ. കാലാവസ്ഥ, ചൂട്, ഹ്യൂമിഡിറ്റി, അങ്ങനെ പല കാരണങ്ങളാണ് പെർഫ്യൂമിൻ്റെ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനെയും നിർണ്ണയിക്കുന്നത്. പിന്നെ ഒപ്പം വ്യക്തിപരമായിട്ടുള്ള അറിയാം, വളരെ സബ്ജക്റ്റീവാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇറോസിനേക്കാൾ നന്നായിട്ടുള്ള ലോങ്ജിവിറ്റി കിട്ടി. മണവും കൊള്ളാം. ഇതൊരു എന്താ പറയുക, ഒരു യാട്ടിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ്റെ ഒക്കെ ഒരു ഫീല് തരുന്ന, നല്ല വെയിലുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല തണുത്ത ഒരു പ്രഭാതം, ഇപ്പോൾ കടലിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷറി യാട്ടിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയുടെ ഫീല് തരുന്ന, ഒരു ക്രൂയിസ് കപ്പിളിൻ്റെ ഒക്കെ ഒരു ഫീല് തരുന്ന, ആഡംബര നൗകയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ അത്തരം വൈബ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം, പ്രത്യേകിച്ച് ഈ കടലിൻ്റെ മണവും ഒപ്പം ഈ മിൻറ്റ് വാനിലയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. ഇനി ഏത് കാലാവസ്ഥയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏത് കാലാവസ്ഥയിലും കുഴപ്പമില്ല. ഏത് കാലാവസ്ഥയിലും ഏത് ഒക്കേഷനിലും ഉപയോഗിക്കാം. എത്ര സ്പ്രേ ചെയ്യണം? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കോംപ്ലിമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 12 മുതൽ 15 സ്പ്രേ ഒക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ അത്രയും നന്നായിട്ട് കടിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ തരക്കേടില്ലാതെ നിൽക്കൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മിനിമം ഒരു 10 സ്പ്രേ എങ്കിലും അടിക്കുക, മിനിമം. ഈ വിൻ്റർ സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, വൈകുന്നേരം, രാത്രി, അല്ലെങ്കിൽ കല്യാണം പോലുള്ള ചടങ്ങുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് JPG ലെമേലെ പെർഫ്യൂം. എൻ്റെ അഭിപ്രായത്തിൽ വളരെ വർത്തായിട്ടുള്ള, കൊടുക്കുന്ന പൈസയ്ക്ക് വളരെ വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം, ലെമേലെ പെർഫ്യൂം. വാനില, ആംബർ, സ്പൈസി ഒക്കെ ചേർന്നിട്ടുള്ള വളരെ ലൗഡായിട്ടുള്ള, അത്യാവശ്യം നല്ല പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും കോംപ്ലിമെൻറ്റും തരുന്ന ഒരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. എൻ്റെ അഭിപ്രായത്തിൽ ഈ പെർഫ്യൂം വാങ്ങുന്നത് നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അൾട്രാമീൽ വാങ്ങണോ ഇത് വാങ്ങണം എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇത് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം അൾട്രാമീൽ വളരെ പോകറായി, അതിൻ്റെയൊക്കെ എന്താ പറയുക, അതിൻ്റെ ക്ലോസ് കിട്ടും. അതിൻ്റെ സെയിം മണമുള്ള പല പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്രയാണ് എനിക്ക് ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയുക.